നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഒരു സമ്പൂർണ്ണ യുദ്ധം എന്ന ആശയം പലപ്പോഴും ഉയർന്നു വരാറുള്ള ഈ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ നിരന്തരം മാറ്റിമറിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ വേരുകൾ എവിടെയാണ്? എന്താണ് അവരെ ഈ നിലയിൽ എത്തിച്ചത്? ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഇന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. ഈ വിഷയത്തിന്റെ ചരിത്രപരമായ വേരുകൾ, പ്രധാന സാമ്പത്തിക വികാസങ്ങൾ, നിലവിലെ സാഹചര്യങ്ങൾ, ഭാവി സാധ്യതകൾ എന്നിവയെല്ലാം നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കും. ഇറാനും ഇസ്രായേലും തമ്മിൽ ഇന്ന് കാണുന്ന ഈ കടുത്ത ശത്രുത എപ്പോൾ നിലനിന്നിരുന്ന ഒന്നായിരുന്നില്ല. 1979 ഇറാനിയൻ വിപ്ലവത്തിന് മുമ്പ്, അതായത് ഷാ ഭരണകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു. ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്ന ചുരുക്കം ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്നത്തെ ഇറാൻ. സാമ്പത്തികമായും സൈനികമായും ഇരു രാജ്യങ്ങളും സഹകരിച്ചിരുന്നു. ഇസ്രായേലിന് എണ്ണ നൽകിയിരുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. ഇസ്രായേലി സാങ്കേതിക വിദ്യകളും ഇറാൻ വാങ്ങിയിരുന്നു. എന്നാൽ 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഈ ബന്ധത്തിൽ ഒരു വിപ്ലവാനന്തര ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറി. അമേരിക്കയും ഇസ്രായേലും വലിയ സാത്താൻ എന്നും ചെറിയ സാത്താൻ എന്നും ചിത്രീകരിക്കപ്പെട്ടു. ഇസ്രായേലിനെ ഒരു അധിനിവേശ ശക്തിയായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ മാപ്പിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന പ്രസ്താവനകൾ ഇറാനിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടായി. ഈ വിപ്ലവം ഇറാനെ ഒരു പുതിയ പാതയിലേക്ക് നയിച്ചു. അതോടൊപ്പം ഇസ്രായേലുമായുള്ള ബന്ധം വഷളായി. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ മുന്നോട്ട് വെച്ചത് ഇസ്രായേൽ വിരുദ്ധമായ ഒരു നിലപാടാണ്. പലസ്തീൻ പ്രശ്നത്തെ ഇറാൻ അവരുടെ വിദേശ നയത്തിന്റെ പ്രധാന ഭാഗമാക്കി മാറ്റി. പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത് പ്രത്യയശാസ്ത്രപരമായ ഒരു പോരാട്ടമായി വളർന്നു. ഇറാൻ ലബനിലെ ഹിസ്ബുള്ളയെയും പലസ്തീനിലെ ഹമാസിനെയും പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാൻ തുടങ്ങി. ഈ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ സായുധ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇറാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകി. ഇസ്രായേലിന്റെ അതിർത്തികളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് അവർക്ക് വലിയ സുരക്ഷാ ഭീഷണിയായി. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇറാൻ പ്രസിഡന്റ് ബാസർ അൽ അസദിനെ പിന്തുണച്ചു. ഈ നീക്കം സിറിയയും ഇറാന്റെ മറ്റൊരു സ്വാധീന മേഖലയാക്കി മാറ്റി. സിറിയയിലൂടെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങളും ഉയർന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന ഇസ്രായേലിന്റെ ആശങ്കയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് പ്രധാന കാരണം. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് വാദിക്കുമ്പോൾ ഇസ്രായേൽ ഇത് തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി കണക്കാക്കുന്നു. ഒരു ആണവായുധം സ്വന്തമാക്കിയാൽ ഇറാൻ ഇസ്രായേലിനെതിരെ അത് ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് അവർ ഭയപ്പെടുന്നു. ഇസ്രായേൽ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് പരസ്യമായി പറയാത്ത ഒരു രാജ്യമാണ്. എന്നാൽ അവർക്ക് ആണവായുധങ്ങൾ ഉണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇറാൻ ആണവായുധം നേടുന്നത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന് ഇസ്രായേൽ വാദിക്കുന്നു. അതിനാൽ ഇറാനിയൻ ആണവ പദ്ധതിയെ തകർക്കാൻ അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെ ആണവായുധം നേടുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. 2015 ലോകശക്തികളും ഇറാനും തമ്മിൽ ഒരു ആണവ കരാറിൽ JCPOA ഒപ്പുവെച്ചു. എന്നാൽ 2018 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി. ഇത് ഇറാനെ കൂടുതൽ പ്രകോപിക്കുകയും അവർ തങ്ങളുടെ ആണവ പദ്ധതി വികസിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഈ കരാറിനെ എതിർത്തിരുന്നു. കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനു ശേഷം ഇറാനിൽ ആക്രമണങ്ങൾ നടക്കുകയും അവരുടെ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ഒരു വലിയ യുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇരു രാജ്യങ്ങളും പ്രോക്സി യുദ്ധങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് നേരിട്ട് യുദ്ധം ചെയ്യാതെ മറ്റു ഗ്രൂപ്പുകളെയും രാജ്യങ്ങളെയും ഉപയോഗിച്ച് അവർ തമ്മിൽ പോരാടുന്നു. ഇസ്രായേൽ ആഭ്യന്തര യുദ്ധത്തിൽ ഇറാൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പിന്തുണച്ചു. ഇറാനിയൻ സൈനികരും ഹിസ്ബുള്ള പോരാളികളും സിറിയയിൽ നിലയുറപ്പിച്ചു. ഇത് ഇസ്രായേലിന് വലിയ ഭീഷണിയായി. ഇസ്രായേൽ സിറിയയിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിലും ഹിസ്ബുള്ളയുടെ ആയുധശാലകളിൽ നിരന്തരം വ്യോമ ആക്രമണങ്ങൾ നടത്തുന്നു. ഈ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ലബനിലെ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയ ശക്തിയാണ്. ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ നിരന്തരം ഏറ്റുമുട്ടുന്നുണ്ട്. പലസ്തീനിലെ ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനും ഇറാൻ സാമ്പത്തികവും സൈനികവുമായി പിന്തുണ നൽകുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഓരോ സംഘർഷത്തിലും ഇറാന്റെ പങ്ക് വ്യക്തമാണ്. ഇറാനും തമ്മിൽ സൈബർ യുദ്ധവും നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനും വിവരങ്ങൾ ചോർത്താനും ഇത് ഉപയോഗിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നിലവിൽ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലാണ്. ചെറിയൊരു പ്രകോപനം പോലും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ആവശ്യമെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കാനും അവർ മടിക്കില്ല. അമേരിക്കൻ കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി വികസിപ്പിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം അവർ ഉയർത്തി. ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. ഇറാന്റെ സ്വാധീന മേഖലയിൽ വർദ്ധിക്കുന്നത് ഇസ്രായേലിന് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളിൽ ഇറാന്റെ സൈന്യം സാന്നിധ്യം അവർക്ക് ഭീഷണിയാണ്. വലിയ യുദ്ധം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. കടലിടുക്കിൽ ഇറാന്റെ സാന്നിധ്യം ലോക എണ്ണ വിപണിക്ക് ഭീഷണിയാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗം ഈ കടലിടുക്കിലാണ് ഉള്ളത്. ഇവിടെ ഒരു സംഘർഷം ഉണ്ടായാൽ ആഗോള എണ്ണ വില കുതിച്ചു വരും. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും. ഈ
യുദ്ധം മധ്യ ഭൂപ്രദേശത്ത് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കും. ലെബനൻ, സിറിയൻ, യമൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാക്സി ഗ്രൂപ്പുകൾ ഈ യുദ്ധത്തിൽ പങ്കുചേരും. എണ്ണ ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം മധ്യപൂർവ്വ ദേശത്ത് നിന്നാണ്. ഒരു യുദ്ധം ആഗോള എണ്ണ വിപണിയെ തകർക്കുകയും വിലകൾ കുതിച്ചുയരുകയും ചെയ്യും. ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും. യുദ്ധം ലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കും. ഇത് മേഖലയിൽ ഒരു വലിയ മാനസിക പ്രതിസന്ധിക്ക് വഴിയൊരുക്കും. ഒരു സമ്പൂർണ്ണ യുദ്ധം ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഇത് മേഖലയിലെ ആണവ നിർവ്യാപന ശ്രമങ്ങളെ തകർക്കും. യുദ്ധം അമേരിക്കയും മറ്റ് ലോക ശക്തികളെയും ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിക്കും. ഇത് കൂടുതൽ വലിയ ഒരു സംഘർഷത്തിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം. ഈ പ്രതിസന്ധിക്ക് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ സാധ്യതയില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. 2015 ആണവ കരാർ പുനർജീവിപ്പിക്കുന്നത് ഇറാനെ ആണവായുധം നേടുന്നതിൽ നിന്ന് തടയാൻ സഹായിക്കും. ഇത് സംഘർഷത്തിന് അയവ് വരുത്തും. മേഖല രാജ്യങ്ങൾ ചേർന്ന് ഒരു സുരക്ഷാ സംവിധാനം രൂപീകരിക്കുന്നത് പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാനും സംഘർഷങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. അതുപോലെ പ്രോക്സി ഗ്രൂപ്പുകളുടെ നിയന്ത്രണം. ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾ നൽകുന്ന പിന്തുണ കുറക്കുന്നത് മേഖലയിലെ സംഘർഷങ്ങൾ കുറക്കാൻ സഹായിക്കും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സങ്കീർണ്ണ അപകടകരവുമാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധ ലോകത്തിന് താങ്ങാനാവാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിനാൽ നിയന്ത്രണപരമായ പരിഹാരങ്ങളും ആഗോള സഹകരണവും ഈ പ്രതിസന്ധിക്ക് അനിവാര്യമാണ്. മധ്യഭൂപ്രദേശത്ത് സമാധാനം നിലനിർത്താൻ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സഹായകമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.